കേരളത്തിലെ പല ഹോട്ടലുകളിലും ഒരു 3 സ്റ്റാർ ആൻഡ് എബവ് ഹോട്ടലുകളിൽ നമ്മൾ മുറി എടുത്തു കഴിഞ്ഞാൽ ആ മുറിയിൽ ഒരു മേശ ഉണ്ടാവും. മേശയ്ക്കൊരു ഡ്രോ ഉണ്ടാവും വലിച്ചു തുറക്കുന്നത്. ആ ഡ്രോ നിങ്ങൾ തുറന്നു നോക്കുക, ഒരു ബൈബിൾ അതിനകത്തുണ്ടാവും. അപ്പം ഞാൻ പലതവണ ഇത് കണ്ടു. ഒരു തവണ ഞാൻ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചു, ഇതെന്താണ് ഞാൻ താമസിക്കുന്ന മുറിയിൽ ഒരു ബൈബിൾ വെച്ചിരിക്കുന്നത്? അല്ല സാറേ, അത് ചുമ്മാ വെച്ചിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, എന്തിന്? ചുമ്മാതാണെങ്കിലും എൻ്റെ മുറിയിൽ നിങ്ങൾ ഒരു ബൈബിൾ വയ്ക്കുന്നത് എന്തിന്? മോഹന സാറേ, താങ്കളുടെ ബൗദ്ധിക നിലവാരത്തിന് പുല്ലുവില കൊടുത്തുകൊണ്ട് താങ്കൾ ഈ നടത്തിയ പ്രസ്താവന വളരെ പരിതാപകരം, മ്ലേച്ഛം, പുച്ഛം, പരിഹാസ്യം, നികൃഷ്ടം എന്നൊക്കെയുള്ള വാക്കുകൾ തൽക്കാലം കൊടുത്തുകൊണ്ട് ഞാൻ തുടരുകയാണ്. ഞാൻ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ ചിലയിടങ്ങളിലൊക്കെ പുസ്തകങ്ങൾ കിട്ടാറുണ്ട്. ഖലീൽ ജിബ്രാൻ്റെ, ഫ്രെഡറിക് നിഷെ, അതേപോലെ തന്നെ ഈ മൾബറി ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഇംഗ്ലീഷ് ബുക്കിൻ്റെ പരിഭാഷകളൊക്കെയും, ഖുറാൻ്റെ പരിഭാഷകൾ, മഹാഭാരതത്തിൻ്റെ പരിഭാഷ, സ്വാമിവാനന്ദ ജ്ഞാനയോഗം, കർമ്മയോഗം, രാജയോഗം, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ആക്രാന്തത്തോടുകൂടെ സമയപരിധിക്കകത്ത് വായിക്കാറുണ്ട്. എൻ്റെ അടിത്തറയൊന്നും അപ്പോഴൊന്നും ഇളകിപ്പോയിട്ടില്ല. ഇങ്ങനെ ഈ ഹോട്ടലുകളിൽ ഒരു ചെറിയൊരു ബൈബിള് കണ്ടപ്പോൾ അന്ന് രാത്രി താങ്കളുടെ ഉറക്കം നഷ്ടപ്പെട്ടെങ്കിലേ, ഞങ്ങളുടെ ഈ പെന്തക്കോസ്തുകാരുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ ഈ കുരിശിനെ കാണുമ്പോൾ പിശാച് ഓടുമെന്ന് പറഞ്ഞ പോലെ താങ്കളുടെ ഉള്ളതിലിരിക്കുന്ന ഭൂതത്തിന് അസ്വസ്ഥത വന്നു എന്ന് പറയുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് ഇന്ത്യയിൽ ക്രൈസ്തവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്താണ്? ലഘുലേഖ കൊടുക്കുമ്പോൾ വരുന്ന അസ്വസ്ഥത, റോഡിൽ ഇത് പ്രസംഗിക്കുമ്പോൾ വരുന്ന ഒരു അസ്വസ്ഥത. പക്ഷേ ഇതേ ഈ ഹരേ രാമകൃഷ്ണ, ഈ മാതാമൃതാനന്ദമയി, ഇവരൊക്കെ എല്ലാം വിദേശത്തൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ സാഹിബിൻ്റെ അടുത്തൊക്കെ പോയൊക്കെ നിങ്ങളൊക്കെ പറയുമ്പോൾ അവരൊക്കെ ആർക്കും അസഹിഷ്ണുതയൊന്നും വന്നിട്ടില്ല. കാരണം അവർക്ക് അടിത്തറയുണ്ട്. ഏതടിത്തറയായിരുന്നാലും, നിരീശ്വരവാദമായിരുന്നാലും, ദൈവവിശ്വാസം, ഏതടിത്തറയായിരുന്നാലും ആ അടിത്തറയിൽ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ സംഘികൾക്ക് വാസ്തവത്തിൽ ഈ അസഹിഷ്ണുത വരാൻ കാരണം നിങ്ങളുടെ അടിത്തറയോടുള്ള വിഷയത്തിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഈ ഞങ്ങളുടെയൊക്കെ കാലങ്ങളിലൊക്കെയും ഈ പണ്ടത്തെ രാപ്പാടി ഈ ഹൈന്ദവ സഹോദരങ്ങളൊക്കെയും ഭജന വരുമ്പോൾ അവർ രാത്രി 2-3 മണിക്കൊക്കെ വീട്ടിൽ വരാറുണ്ട്. ഞങ്ങൾ സ്വാഗതം ചെയ്യാറുണ്ട്. ഞങ്ങൾക്കൊന്നും അസഹിഷ്ണുത വരാറില്ല. ഇന്നലെ പോയെന്നോ മനമകൻ, ഇന്നു വരാത്തത് കാരണമെന്തയ്യോ, ഇന്നും വന്നുദിക്കാറായല്ലോ, ഇന്നു 5 നാഴികയ്ക്കുള്ളിൽ. ടോലൊക്കെ കടിച്ച് രാത്രി പാടുമ്പോൾ അതൊരു നൊസ്റ്റാൾജിക് സുഖമാണ്. അടിത്തറയൊന്നും ഇളകി പോയിട്ടില്ല. അതേപോലെ പ്രത്യേക നിമിഷങ്ങൾ ഉണ്ടു സഖി ഒരു കുലമുന്തിരി അങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ടു പ്രിയെ, അറിയാതെ അങ്ങ് തുള്ളും എന്നതുകൊണ്ട് അടിത്തറ ഇളകില്ല മോഹന സാറേ. പക്ഷേ ബൈബിളിനെ ലഘുലേഖ കാണുമ്പോഴും കുരിശ് കാണുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ അടിത്തറ ഇളകണമെങ്കിലേ, പ്രത്യേകിച്ച് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, ഇത് കേൾക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളത്തിൽ അടിത്തറ ഇളകുന്നെങ്കിൽ ക്രിസ്ത്യാനികളെ അടിച്ചിട്ട് കാര്യമില്ല. മതപരിവർത്തനം എന്ന് പറഞ്ഞ് കള്ളക്കേസുണ്ടാക്കി ജയിലിലടച്ചിട്ടൊന്നും കാര്യമില്ല. പരിഹാരം ഞാൻ ഒരു മാർഗം പറയാം. ഈ കേസ് കൊടുത്ത് ജയിലിട്ടത് കൊണ്ടോ, പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടോ, ജഡ്ജിമാരെ മാറ്റിവെച്ച് നിയമം കൊണ്ട് വേട്ടയാടി കൊണ്ട് ഒന്നും നടക്കില്ല. ഇതൊക്കെ വെറും ഒരു പൈങ്കിളി നീക്കങ്ങളാണ്. ഒരേ ഒരു പരിഹാരം ഞാൻ പറയാം, ശ്രദ്ധിച്ച് മോഹന സാറ് കേൾക്കണം. നിങ്ങളുടെ അടിത്തറയിലേക്കൊന്ന് ഇറങ്ങി വരണം. അടിത്തറയെ അന്തരംഗ വിശ്വാസത്തിൻ്റെ, ബോധ്യത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ, ഉൾബോധത്തിൻ്റെ അടിത്തറയെ ഒന്ന് പുനഃപരിശോധന ചെയ്യണം. എന്നിട്ടും ഒരു ക്ലിയറൻസ് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചെയ്യുക. എല്ലാം ഒന്ന് അഴിച്ചു പണി ചെയ്ത് എന്നിട്ടും ഒരു ക്ലിയറൻസ് കിട്ടില്ലെങ്കിൽ കടന്നു വാ യേശു നിന്നെ വിളിക്കുന്നു, കടന്നു വാ
കടന്നു വാ, യേശു നിന്നെ വിളിക്കുന്നു. ഓക്കെ.